പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നൂഡിൽസ് കൊണ്ടുണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. എല്ലാവരും വീഡിയോ കണ്ടു നോക്കുക. ഈ സൂപ്പർ റെസിപ്പിക്ക് വേണ്ടി ഞാനിവിടെ ഒരു പാത്രം അടുപ്പത്ത് വെച്ച്, ഇതുപോലുള്ള ഒരു നോൺ സ്റ്റിക്ക് പാത്രമാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. അത് ചൂടാകുമ്പോൾ അതിലേക്ക് ഏകദേശം ഒരു 5 ടീസ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിൽ സൺഫ്ലവർ ഓയിലാണ് ഞാനിവിടെ എടുത്തത്. ഇതിനു വേണ്ടി വെളിച്ചെണ്ണയേക്കാൾ നല്ലത് സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ ഇതുപോലുള്ള മറ്റെന്തെങ്കിലും ഓയിലാണ്. ഇനി അത് ചൂടാകുമ്പോൾ ഞാൻ നേരത്തെ ഒരു 2 സവാള കൊത്തി അരിഞ്ഞ് വെച്ചിരുന്നു. അത് ഇതിലേക്കിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക. ഇത് 2 സവാളാണ്, ഇടത്തരം വലിപ്പമുള്ള 2 സവാള. അതൊന്ന് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം. അതിനിടയിൽ അതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം ഉപ്പിട്ട് കൊടുക്കണം. ഇതിന് മൊത്തത്തിൽ വേണ്ട ഉപ്പാണ് ഇപ്പോൾ ഇതിൽ ചേർക്കുന്നത്. പിന്നെ വേറെ എവിടെയും നമ്മൾ ഇതിൽ ഉപ്പ് ചേർക്കുന്നില്ല. ഏകദേശം ഒരു 1/2 ടീസ്പൂണോളം ഉപ്പ് ചേർക്കണം. ഉപ്പും കൂടിയിട്ട് ഒന്നും കൂടി ഒന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ച ഒരു തക്കാളി, പിന്നെ ഒരു 3 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, ഇതെല്ലാം കൂടി ചേർത്ത് ഒന്നും കൂടി നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക. അത് നല്ലോണം വഴന്ന് വന്നതിന് ശേഷം അതിലേക്ക് നൂഡിൽസ് മസാലയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഒരു പാക്കറ്റ് നൂഡിൽസിലുള്ള 2 പാക്കറ്റ് നൂഡിൽസ് മസാലയാണ് ഞാനിതിൽ ചേർക്കുന്നത്. ഇപ്പി നൂഡിൽസിൻ്റെ പാക്കാണ് ഞാൻ എടുത്തത്. ഇനി അതും കൂടി കൂട്ടി നല്ലോണം ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്യാം. എല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് നമ്മളിനി വെള്ളം ചേർത്ത് കൊടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ ചായയൊക്കെ കുടിക്കുന്ന ഗ്ലാസ്സിൽ ഒരു 2 ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഇതുപോലുള്ള ഗ്ലാസ്സിൽ 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി അത് തിളച്ച് വരുമ്പോൾ നമ്മളതിലേക്ക് നൂഡിൽസ് ഇട്ട് കൊടുക്കണം. നൂഡിൽസ് പൊട്ടിക്കാതെ അത് ആ പീസ് പോലെ തന്നെ അങ്ങനെ തന്നെ വെച്ച് കൊടുത്താൽ മതി. ഇതുപോലെ ഓരോ പീസ് നൂഡിൽസും അതിലേക്ക് വെച്ച് കൊടുക്കുക. അതിന് ഒരു ഭാഗം വെന്തതിന് ശേഷം നമ്മൾ തിരിച്ചിട്ട് മറ്റേ ഭാഗവും കൂടി ആ വെള്ളത്തിൽ കിടന്ന് വേവിച്ചെടുക്കുക. അതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മുടെ നൂഡിൽസ് ഇവിടെ വെന്ത് വരുന്നുണ്ട്. ഇനി ഇത് എല്ലാം കൂടി ഒന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. സാധാരണ നമ്മൾ നൂഡിൽസ് ഉണ്ടാക്കുന്നത് ഇങ്ങനെയാണ്. ഈ പരുവത്തിലാകുമ്പോൾ നമ്മളത് കഴിക്കും. പക്ഷേ ഇതിൽ ഞാൻ ഒരു സ്പെഷ്യൽ കൂടി ചെയ്യുന്നുണ്ട്. അതെന്താണെന്ന് നമുക്ക് കാണാം. ഇങ്ങനെ വെന്ത് വന്ന നൂഡിൽസ് ഓഫ് ചെയ്തതിന് ശേഷം അത് ഒന്ന് ബേക്ക് ചെയ്തെടുക്കണം. അങ്ങനെ ബേക്ക് ചെയ്തെടുക്കുന്ന നൂഡിൽസിന് ഭയങ്കര ടേസ്റ്റാണ്. ഈ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി ഈ സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം നമ്മളൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക്
ഒരു 3 കോഴിമുട്ട പൊട്ടിച്ച് വയ്ക്കുന്നുണ്ട്. 3 4 കോഴിമുട്ട പൊട്ടിച്ച് വയ്ക്കാം. ഞാനിവിടെ 3 കോഴിമുട്ടയാണ് എടുത്തത്. അത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിൽ ഉപ്പൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഉപ്പൊക്കെ നമ്മൾ നേരത്തെ തന്നെ ആവശ്യത്തിനുള്ളതൊക്കെ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനിവിടെ 1/2 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത്. കാശ്മീരി മുളക് പൊടി ഉണ്ടെങ്കിൽ അത് ചേർക്കാം. ഞാൻ സാധാ മുളക് പൊടിയാണ് ചേർക്കുന്നത്. ഇതുപോലെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം മുളക് പൊടി ചേർത്ത് ഒന്നും കൂടി ഒന്ന് നല്ലോണം ഒന്ന് മിക്സ് ആക്കുക. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച നൂഡിൽസ് ഈ പാത്രത്തിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. അതിനുവേണ്ടി ഇങ്ങനെയുള്ള ഒരു പാത്രം എടുത്ത് ബേക്ക് ചെയ്യാൻ പറ്റിയ ഏത് പാത്രമായാലും കുഴപ്പമൊന്നുമില്ല. ഈ ഗ്ലാസിൻ്റെ പാത്രം തന്നെ വേണമെന്നൊന്നുമില്ല. ഏത് പാത്രത്തിലും നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. അതിലേക്ക് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്തതിന് ശേഷം നേരത്തെ തയ്യാറാക്കി വെച്ച നൂഡിൽസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അത് മുഴുവനും ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം അതൊന്ന് ലെവലാക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ അടിച്ചു വെച്ച മുട്ട ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി നല്ലോണം ഒന്നും കൂടി ഒന്ന് മിക്സ് ആക്കുക. ഇങ്ങനെ മുട്ട ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ കൈകൊണ്ടോ അല്ലെങ്കിൽ ഇതുകൊണ്ടുള്ള എന്തെങ്കിലും കൊണ്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ആ മുട്ട എല്ലാ ഭാഗത്തും എത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. എന്നിട്ടൊന്ന് ലെവലാക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ ഏറ്റവും മുകളിലായിട്ട് കുറച്ച് ചീസ് കൂടി ചേർക്കുന്നുണ്ട്. മൊസറല്ല ചീസ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരുന്നു. അത് ഇതിൻ്റെ മുകളിലായിട്ട് ഒന്ന് വിതറി കൊടുക്കുക. എന്നിട്ട് ഓവനിൽ വെച്ച് ഒരു 180 ഡിഗ്രിയിൽ ഒരു 40 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കണം. ഇനി ഓവൻ ഇല്ലെങ്കിൽ സാധാ നമ്മൾ സ്റ്റൗ ടോപ്പിൽ വെച്ചിട്ട് ബേക്ക് ചെയ്യൂല, അതുകൊണ്ട് ബേക്ക് ചെയ്തെടുത്താലും മതി. ഇങ്ങനെ ചീസ് എല്ലാ ഭാഗത്തും നിരത്തി കൊടുത്തതിന് ശേഷം ഇത് ബേക്ക് ചെയ്തെടുത്തതാണിത്. നല്ല അടിപൊളി ടേസ്റ്റുള്ള നൂഡിൽസ് ബേക്കാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഈ ചീസൊക്കെ ഇങ്ങനെ ബ്രൗൺ കളറായി അത് കടിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. ഇനി സ്റ്റൗ ടോപ്പിലാണെങ്കിലും ഒരു 40 മിനിറ്റ് വെച്ചാൽ ഇതുപോലുള്ള കളറായി കിട്ടും. അങ്ങനെ ബേക്ക് ചെയ്തെടുത്താൽ മതി. അങ്ങനെ നമ്മുടെ സൂപ്പർ ടേസ്റ്റുള്ള നൂഡിൽസ്